തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ കുറച്ച് സമാധാനം കിട്ടുന്ന എങ്ങോട്ടെങ്കിലും പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളിൽ പലരും. ഇന്ന് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത് തികച്ചും സമാധാനപ്രിയരായ ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ബഹളങ്ങളോ അലമ്പുകളോ ഒന്നുമില്ല. ഇടുക്കിയുടെ മടിത്തട്ടിൽ മഞ്ഞു പുതച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. തേക്കടിക്കും കുമളിക്കും ഒക്കെ അടുത്ത് വണ്ടിപ്പെരിയാറിൽ നിന്ന് 11 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ സത്രം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഔട്ടർ സ്പേസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടിയുടെ പേരും അങ്ങനെ തന്നെയാണ്, ഔട്ടർ സ്പേസ്. 4 മണിക്ക് മുമ്പ് നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്യണം. ചെല്ലുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിവിശാലമായൊരു സൺസെറ്റ് നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ അക്കോമഡേഷൻ അവർ ഒരുക്കിയിരിക്കുന്നത് കൂടുതലും ഇങ്ങനത്തെ ഹട്ടുകളിലാണ്. 4 വ്യത്യസ്തമായ ഹട്ടുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ഹട്ടിൽ മാത്രം 6 പേർക്ക് കിടക്കാൻ പറ്റും. അതിപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ കുഴപ്പമില്ലാത്തവർക്കൊക്കെ ആ ഒരു ഹട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 3-ലും 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ആൾ കൂടുതലുണ്ടെങ്കിൽ അവർ അവിടെ ടെൻറ്റ് ഒരുക്കി തരും. അത് വെച്ചിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. സൺസെറ്റ് കഴിഞ്ഞ് നേരെ ഇരുട്ടി. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവമാണ് ഈ ഒരു സുലൈമാനി. അത് ഇവർ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുതരും. സുലൈമാനിയൊക്കെ കുടിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആണെങ്കിൽ നക്ഷത്രങ്ങളെയൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫിയൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇത് വളരെ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ കഫേ, ടോസ് കഫേ. അധികം ആഡംബരമൊന്നുമില്ല. ആ ഒരു ക്ലൈമറ്റിനും ആ ഒരു ആംബിയൻസിനും പറ്റിയ രീതിയിലാണ് അവരത് ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഉള്ളവർക്കെല്ലാം തന്നെ അറ്റ് എ ടൈം ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യവുമുണ്ട് അവിടെ. പിന്നെ ഫുഡാണെങ്കിൽ വളരെ നാടൻ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഫുഡാണ്. അതിലും അധികം ആഡംബരമൊന്നുമില്ല, പക്ഷെ ഉള്ളത് വളരെ നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ട ബേസിക് അമ്യൂണിറ്റീസായ ടോയ്ലറ്റ്സ്, ഇലക്ട്രിസിറ്റി എല്ലാം അവിടെ ഉണ്ട്. ഡിന്നറിനോടനുബന്ധിച്ച് ഒരു ക്യാമ്പ് ഫയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ആ ഒരു ആംബിയൻസ് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം. പിന്നെ രാവിലെ 6 മണിക്ക് നമുക്ക് അവിടെ ഒരു സൺറൈസ് വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നമുക്ക് പോവുകയാണെങ്കിൽ സൺറൈസ് കാണാൻ പറ്റും. രാവിലെ തന്നെ എണ്ണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ അങ്ങോട്ട് നടക്കാം. ഏകദേശം 20 മിനിറ്റ് നടക്കാനുള്ള അവിടം വരെ. അതിൻ്റെ മുകളിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് സൺറൈസ് ആസ്വദിക്കാൻ പറ്റും. ശബരിമല വനത്തിൻ്റെ ഒരു വിദൂര ദൃശ്യമൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനും പറ്റും. പിന്നെ ഈ ഒരു പാക്കേജിന് 2500 രൂപയാണ് ഒരാൾക്ക് ഇവർ ചാർജ് ചെയ്യുന്നത്. 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഫ്രീയുമാണ്. അപ്പോൾ ഈ 2500 രൂപയിൽ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ഈ ട്രെക്കിങ് എല്ലാം വരും. പിന്നെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ബാർബിക്യൂവോ ജീപ്പ് സഫാരിയൊക്കെ വേണമെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം. ഫുൾ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയൊരു ഹട്ടാണ്. മെയിൻലി ഹണിമൂൺ കപ്പിൾസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരിത് സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ തെളിഞ്ഞ ആകാശമാണെങ്കിൽ നക്ഷത്രങ്ങളെയൊക്കെ കണ്ട് നമുക്കിങ്ങനെ കിടക്കാൻ പറ്റും. പിന്നെ പൊതുവെ ഇവർ ഫാമിലി ആൻഡ് കപ്പിൾസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബാച്ചിലേഴ്സിനും വരാൻ പറ്റും. ലിക്കേഴ്സ് ഒന്നും അലൗഡ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ എത്താനുള്ള ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇത് ബുക്ക് ചെയ്യണമെങ്കിലുള്ള നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ സമാധാനത്തോടെ ഒരു ദിവസം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ധൈര്യമായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഔട്ടർ സ്പേസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.